നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടുകാരന്മാരാണ് എല്ലാവരും. ഇവൻ രണ്ടാമത് ഇരിക്കുമ്പോൾ ഇപ്പൊ കുറെ നാൾ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ പ്രാവിന്റെ വീഡിയോ കണ്ടപ്പോ പ്രാവിനെ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ നിച്ചുവിന്റെ അണ്ടറില് ഇവന്മാരെല്ലാരും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രാവ് എന്താണ് എങ്ങനെ പറയും. പക്ഷെ ഇവനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിക്ക് ഞാൻ പറയാം. ഇവനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ പക്ഷിരാജ് എന്ന് വിളിപ്പേരുള്ള ഒരു കൂട്ടുകാരനാണ്. നമ്മുടെ പേര് സൈറിനാണ്. പക്ഷെ ഇവന്റെ ഒരു കിടില കഥയുണ്ട്. ഇവന്റെ ഒരു കംബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ പറയാ. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് സജ്ജാദ് ഉസ്താദ് ഉസ്താദ് എടാ മിണ്ടല്ലേ എടാ പറയട്ടെ സജ്ജാദ് ഉസ്താദ് ഉണ്ട്. അപ്പൊ അന്ന് പറവ സിനിമ ഇറങ്ങിയേക്കാണ്. അപ്പൊ ഇവന് മദ്രസയില് മാർക്കില്ല പരീക്ഷക്ക്. അപ്പൊ ഇവന്റെ വാപ്പ വന്നപ്പോ ഇവന്റെ മറ്റേ സജ്ജാദ് ഉസ്താദിന്റെ വായിച്ചെടുത്ത് പറയാണ്, എന്തേ നിസാർക്ക മോന് മാർക്കില്ലാത്ത? അവനിപ്പോ പറവ സിനിമ ഇറങ്ങി പിന്നെ പ്രാവിന്റെ പുറകെയാണ്. ഇപ്പൊ അവൻ നിലവില്. അപ്പൊ ഇവന്മാരെ പരിപാടി എന്താ അറിയാമോ? ഇവന് വേറൊരുത്തരും ഉണ്ട് പാർട്ട്ണർ. അവന്മാരെ അറിയാമോ? ഇവർ രണ്ടുപേരും കൂടി ഉണ്ടല്ല. പ്രാവിന്റെ കാലും വേണ്ടി ഇങ്ങോട്ട് നോക്ക്. പ്രാവിന്റെ നിക്ക് അതിനാണല്ലേ ഇവനും എടാ എല്ലാരും മിണ്ടാടി. ഇവനും അതിനാനും കൂടി കൂട്ടിയിട്ടുണ്ടല്ല. പ്രാവിന്റെ കാലുമോ വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ വാച്ചിൽ ടൈം പിടിക്കും. എന്നിട്ട് പ്രാവിനെ പറപ്പിക്കും. ഇതാണ് ഇവന്റെ പരിപാടി, മനസ്സിലായ? പക്ഷെ ഇവന് വേറൊരു മാസ്റ്റർ പീസ് സാധനമുണ്ട്. ഇവൻ കൊട്ടക്കളൻ. ഇവൻ കൊട്ട വെച്ച് പ്രാവിനെ പിടിക്കും. കാരണം ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ വച്ചിട്ട് കോല് വെച്ചിട്ട് അതുമ്പോ വള്ളി കെട്ടി ഉള്ളിൽ ഗോതമ്പ് ഇട്ടിട്ട് വലിക്കും. പ്രാവ് ഉള്ളി കയറി കഴിയുമ്പോ. പിന്നെ അത് മാത്രമല്ലാണ്ടില്ല ഇവന് മാത്രമുള്ള സ്പെഷ്യൽ സാധനമുണ്ട്. ഗോതമ്പിൽ മിക്സ് ആക്കണ പരിപാടി. അത് ഇവന്റെ ഒരു കൂടോത്രമാണ്. പ്രാവിന് ഗോതമ്പിൽ മിക്സ് ഇത് കേക്ക് നിശ്ചിത് കേട്ടണ്ടാ. നമ്മൾ ഇത്ര നാള് പ്രാവ് വളർത്തിട്ട് കേൾക്കാത്തൊരു സംഭവമാണ് ഗോതമ്പിൽ മിക്സ്. ഇതാണ് നമ്മുടെ പുതിയ അവതാരം. ഇവന്റെ കഥ ബാക്കി പറയാനുണ്ട്. നിക്ക് ഇത് കേക്ക് ഇത്രയും നാളായിട്ട് നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണ് ഗോതമ്പിൽ മിക്സ് ചെയ്ത് പ്രാവിനെ പിടിക്കുന്നത്. അത് ഇവന് മാത്രം പറ്റുള്ളൂ. അതെങ്ങനെയാണോ നിനക്കൊന്ന് പറയാൻ പറ്റും? നമ്മുടെ മുമ്പില് ഒന്ന് പറയാൻ പറ്റും? ഈ കണ്ടാ അവിടെ പക്ഷിരാജൻ വരെ ചോദിക്കാണ്. പക്ഷെ വേറെ കേസുണ്ട്. പക്ഷിരാജ് എന്നുള്ള പേര് അവന് മാത്രമുള്ളതാണ്. അത് നിനക്ക് തരൂല. നിനക്ക് തരാമല്ല. പക്ഷെ നിനക്ക് ആ ട്രിക്ക് പറയാൻ പറ്റുമോ? ഈ വിക്സ് കഴിച്ചിട്ട് പ്രാവിനെ എങ്ങനെ മയക്കണേ? അത് നീ പറ. നീ പണ്ട് ജാസ്മി താത്താട്ട് ട്യൂഷൻ പിടിച്ചപ്പോ ഒരുപാട് പ്രാവിനെ നവാസ്കാടിൽ നിന്ന് പിടിച്ച കഥ നമുക്കറിയാം. നവാസ്കാടിൽ നിന്ന് പിടിച്ച കഥ നമുക്കറിയാം. അതിപ്പോ നമ്മുടെ അണ്ടറിൽ പുതിയൊരു അവതാരം വന്നിട്ട് ഇവന്റെ കാര്യം പറയട്ടെ. ഇവനിപ്പോ ഭയങ്കര സ്റ്റൈലാണ്. കണ്ടാ ഇവന്റെ കഴുത്തിലും മാല, ഇവന്റെ മുടിയുടെ സ്റ്റൈൽ നോക്കി. ഇതാണ് കണ്ടാ. ഇതാണ് ഇവന്റെ ഇത്. ശിവനിപ്പോ പ്രാവിന് പഠിക്കാൻ താല്പര്യമുണ്ട്. തൊടുപുഴയെന്ന് വന്നേക്കാണ്. ഇപ്പൊ ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തൊടുപുഴയെന്ന് ആള് വന്നേക്കാണ്. നിലവില് എത്തി. പ്രാവിനെ പിടിച്ചാലോ നമുക്ക്? മെന്തേ തുട്ടാ. തൊടുപുഴയില് പ്രാവിന് എന്താ പറയണേ? പ്രാവ് തന്നെയാണല്ലേ. നിന്റെ ഈ സ്റ്റൈലാട്ടോ. എന്തിനാ? അയ്യോ ആണയുണ്ട് മിണ്ടാടി. നമ്മുടെ മിണ്ടാടി. നമ്മുടെ ഇടയില് ഒരു അവതാരം കൂടി ഉണ്ട്. ഇതിനകത്ത് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ മുന്തിരി കളർ വെനിയിട്ടവൻ. ഇവൻ സിനിമാ നടനാണ്. സത്യം പറഞ്ഞ നിക്ക് എടാ മിണ്ടാണ്ടിരിക്ക്. പണ്ട് കാലത്ത് ഞാനും നിച്ചൊക്കെ അന്ന് പ്രാവിന്റെ പുറകെയാണ്. അപ്പൊ ഞങ്ങടുത്ത് പറയാണ്, ദേടാ ഒരു പാടത്ത് ഒരു സിനിമ പിടിക്കണ്ട്. സിനിമ പിടിക്കണെന്ന് പറഞ്ഞ ചെല്ലാണ്. അപ്പൊ നമുക്കൊരു റോൾ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ നോക്കുമ്പോ ഈ മുന്തിരി കളർ വെനിയൻ ഇട്ടണോ. നദീന്നാണ് അവന്റെ പേര്. ഇവൻ ഐസ്ക്രീമൊക്കെ ചപ്പി ഇങ്ങനെ നിക്കാണ്. നിലവിൽ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടോത്രം എന്നുള്ളൊരു ഷോർട്ട് ഫിലിം നിലവിൽ യൂട്യൂബിലുണ്ട്. അപ്പൊ സിനിമാ നടന്മാര് വരെ നമ്മുടെ അണ്ടറിൽ പ്രാവിനെ പറ്റി പഠിക്കാൻ വേണ്ടി വന്നേക്കാണ്. നിലവിൽ ഇവരെന്താണ് പ്രാവ് എന്ന് അറിയണം ഇവന്മാർക്കൊക്കെ. കണ്ടാ ഇതാണ് നമ്മുടെ പ്രാവിന്റെ ഏരിയ. കണ്ടാ എല്ലാരും ഇങ്ങനെ നിരന്നിരിക്കുക. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, എല്ലാരും നിച്ചുവിന്റെ അണ്ടറിലാണ്. കണ്ടാ ഒരു ആശാൻ സെറ്റപ്പിൽ കള്ളിമുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണം. കണ്ടാ മുണ്ട് പൊക്കിയ ആൾക്കാർ വേറെ പറയും. അപ്പൊ നമ്മളെ കഥയിലെ മെയിൻ വില്ലന് ഇവനാണ്. കാര്യം വെച്ചിട്ടില്ല, ഇവനും വേറൊരുത്തുണ്ട്. അതിന്റെ പേര് നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ഇത് ഈ വീഡിയോയിൽ ഇല്ലാത്ത ആൾക്കാരെ പേര് വെളിപ്പെടുത്തുന്നത് മോശമാണ്. അപ്പൊ ഇവനും വേറൊരുത്തനും കൂടി എവിടുന്നോ പ്രാവിനെ മേടിച്ച്. ഇവൻ പൊട്ടനായോണ്ട് ഇവനാവും പറ്റിച്ച് അല്ലേ? ഇവനാവും പറ്റിച്ച്. അങ്ങനെയല്ലേ? എന്താ സംഭവം? ഒന്ന് മിണ്ടായിരുന്നു. എന്താ സംഭവം? ഇവന്റെ സ്റ്റൈലാണ് പ്രധാനം. പറ സംഭവം പറ. ഒരു ജോഡിന്ന് രണ്ടെണ്ണമാണ്. അപ്പൊ അത് വാങ്ങിച്ചോണ്ടിരുന്നപ്പോ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു
ഓർണത്തിനായിട്ട് വാങ്ങിച്ചത് ഇങ്ങനെ എന്തോ ഒരു മൈത്തൊക്കെ ഉണ്ടായി ഇങ്ങനെ. മൈത്ത അതെന്താ കണ്ടാ പക്ഷിരാജൻ വരെ ചോദിച്ചു. പക്ഷിരാജൻ അവിടെയാണ് നമ്മുടെ വിക്സ് കള്ളൻ വരെ ചോദിച്ചു. വിക്സ് കള്ളൻ വരെ ചോദിച്ചു എന്താ മൈത്ത് എന്താന്ന്. അന്ധവിശ്വാസോ? ആ അപ്പൊ ആൾക്കാർ പറഞ്ഞ് ഒരു പ്രാവിനായിട്ട് കൊണ്ടുവന്നിട്ട എന്തോ സംഭവമൊക്കെ വരും, എന്തോ വിഷയമൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ രണ്ടാമത് മറ്റേനെ വാങ്ങിക്കാൻ പോയി. അപ്പൊ മറ്റേ മണ്ണിന്റെ അടി കുഴിച്ചിട്ടേ മറ്റേ അവിടെ കാണല്ലോ. ഇപ്പൊ മറ്റേ അത് കൊണ്ടുപോയി അവനെ തപ്പി അടപ്പായി മൊത്തം. എടാ നിന്റെ കഥക്ക് ഒരു രസമില്ല, വേണ്ട നീ കഥ പറയണ്ട. എടാ വേറെ ആരും പറയടാ. ആ ഇവന് ആരോട് പറയാണ്ട് നിച്ചുനോട് പ്ലാൻ പിടിച്ചിട്ട് പണ്ട് വേഷം മാറിച്ചെന്ന് പിടിക്കപ്പെട്ട് വിശറിയാ ഇത്ര നല്ല പറവപ്രാവ്നായിട്ട് വിശറീനെ പിടിച്ചത് നീ. എന്നിട്ട് എന്ത് ചെയ്തതിനെ? എന്ത് ചെയ്ത്? അന്നും നിച്ചൊരാൾ തന്നെയാണ്. വില കുറച്ച് കൊടുത്ത എത്ര കൊടുത്തേ? ഓ അന്ന് 100 ഉള്ളൂടാ വിശ്രക്ക്. ഇവനാണ് 300 എന്നായി വില കുറച്ച് കൊടുത്ത. പക്ഷെ ഇവൻ നമ്മൾ വിചാരിക്കുന്ന അല്ല, ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച ആളാണ്. പക്ഷെ ഇപ്പൊ ഇവനൊക്കെ പ്രാവിന്റെ അണ്ടറിലേക്ക് വന്നെന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഇവനെന്താ വെച്ചാൽ നാണം ഇട്ടാ ഇവനെനിക്ക് ആ ജൊക്കിനെ കൊടുത്തുട്ടാലോ അനിച്ചു. ഓ അറിയാത്ത കൂട്ടി ഇരിക്കാണ്. വിക്സ് ചേച്ചി പ്രായം പിടിച്ചവനാണ് ജൊക്കാണെന്ന്.